Hello all, welcome to NST Academy. So Kerala Electrical Inspectorate Department ലേക്കുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് കേരള PSC ഉടനടി തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. സോ ആ ഒരു പോസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ്. ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ആ ലാസ്റ്റ് എക്സാം നടന്ന ആ ലിസ്റ്റ് വന്നതും അതേകൂട്ട് തന്നെ ടോട്ടൽ 29 നമ്പർ ഓഫ് അഡ്വൈസസ് പോയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇതേ വർഷം April 3 സോ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇത് ലാസ്റ്റ് എക്സാം നടന്ന PSC എക്സാം നടന്ന ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം നടന്ന ഡീറ്റെയിൽ ആണ്. കാറ്റഗറി നമ്പർ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ്. ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആണ്. നല്ലൊരു സ്കെയില് തന്നെയാണ്. 39,500 to 83,000 വരെയാണ് ഇതിന്റെ സ്കെയില് പറയുന്നത്. വേക്കൻസീസ് അന്നത്തെ ആന്റിസിപ്പേറ്റഡ് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ നമ്പർ ഓഫ് അഡ്വൈസസ് നമ്മൾ കണ്ടു അറൌണ്ട് 29 പോയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ഒരു എക്സാമിനേഷൻ ഡീറ്റെയിൽസ് കേരള PSCയുടെ ഇതേ കോഴ്സിലേക്കുള്ള എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. ഞാനിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് 4th മോഡ്യൂൾ സിലബസില് 4th മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മോഡ്യൂളാണ്. 4th മോഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. 10 മാർക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് നമ്മള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഒപ്പം തന്നെ മൈക്രോ പ്രോസസ്സറും രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു സിലബസ് അവര് ഈ ഒരു മോഡ്യൂൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് തുടക്കത്തിൽ തന്നെ നമ്പർ സിസ്റ്റം, ഡിഫറെന്റ് കോഡ്സ്, പിന്നെ നമ്പർ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് കൺവേർഷൻ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ അങ്ങോട്ടേക്ക്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തത് തന്നെ നമ്മുടെ റെപ്രസെന്റേഷൻ ഉണ്ട്. നമ്മുടെ നമ്പർ സിസ്റ്റം റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഈസ് ആ മാഗ്നിറ്റ്യൂഡ്, ഫോം, 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്, അതൊക്കെ ഇവിടെ നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് പഠിക്കേണ്ടതാണ്. പിന്നെ ആസ്കി കോഡ്, XS3 ഗ്രേ കോഡ്, പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും. കോമ്പിനേഷൻ സർക്യൂട്ടിനകത്ത് ആഡർ, ഫുൾ ആഡർ, മക്സ്, ഡിമക്സ്. ദെൻ സീക്വൻഷ്യലിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടേഴ്സ്. ദെൻ ഫൈനലി ടുവേർഡ്സ് ദ ലാസ്റ്റ് നമ്മൾ ഡാക്കും ADCയും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിക്കും. എന്നിട്ട് പിന്നീട് നമ്മൾ മൈക്രോ പ്രോസസറിലേക്കാണ് ഈ ഒരു സിലബസ് എയിം ചെയ്യുന്നത്. മൈക്രോ പ്രോസസറിനകത്ത് 8085 ആർക്കിടെക്ചർ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതാണ് ഒരു സിലബസിന്റെ ഓവർവ്യൂ. നമുക്ക് ഇന്ന് ഇതിനകത്ത് തുടക്കം തന്നെ ഒരു നമ്പർ സിസ്റ്റം അതിനകത്തുള്ള ഒരു കൺവേർഷൻസിന്റെ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ let us discuss how this number system conversion is going to take place. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്പർ സിസ്റ്റം കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നമ്പർ സിസ്റ്റം കൺവേർഷൻസ്. ഓക്കെ, അപ്പൊ ഈ നമ്പർ സിസ്റ്റം കൺവേർഷനകത്ത് നമുക്ക് ബ്രോഡ്ലി കുറെ ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നമ്പർ സിസ്റ്റം ക്ലാസിഫിക്കേഷൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം അപ്പൊ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ടു ദ ബേസ് നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്പർ സിസ്റ്റം ഏതൊക്കെയാണ്. ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ബേസ് 2 ആണ്. ദെൻ വരുമ്പോഴത്തേക്കും ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഈസ് 8. ദെൻ കമ്മിങ് ടു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 16. അപ്പൊ ഈ ഇത്രയും ഒരു നമ്പർ സിസ്റ്റം കൺവേർഷൻ ആണ് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ടു എനി എന്ന് പറയുന്നത് ഞാൻ മീൻ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ. ടു എനി നമ്പർ സിസ്റ്റം, ടു എനി അതർ നമ്പർ സിസ്റ്റം. ഓക്കെ, അതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ, ഡെസിമൽ നമ്പർ സിസ്റ്റം തന്നിട്ട് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വി ഹാവ് ടു യൂസ് സക്സസീവ് ഡിവിഷൻ. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സക്സസീവ് ഡിവിഷൻ ആണ്.
സോ അതിനകത്ത് ആദ്യം നമുക്ക് ഡെസിമൽ ടു ബൈനറി നോക്കാം. ഓക്കെ, ഡെസിമൽ ടു എനി നമ്പർ സിസ്റ്റം ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സബായിട്ട് നമുക്ക് നോക്കാം. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അപ്പം നേരെ അതിന്റെ തിയറിയോ കാര്യങ്ങളോ ഒന്നും ഓർത്തു വെക്കണ്ട. ഡയറക്ട്ലി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ഒരു എക്സാമ്പിൾ തന്നെ ചെയ്യാം. ദാറ്റ് ഈസ് കൺവേർട്ട് ഒരു ഡെസിമൽ നമ്പർ. ഞാൻ ജസ്റ്റ് 12 എന്ന് പറഞ്ഞ ഡെസിമൽ ആണ് എടുക്കുന്നത്. ബേസ് 10 ആണ്. ഇതിനെ ബൈനറിയിലേക്ക് എങ്ങനെയാ കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ടു ബൈനറി എങ്ങനെയാന്ന് നോക്കാം. സോ യു ടേക്ക് 12. സക്സസീവ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഈ ബേസ് എടുക്കുക, ഡിവൈഡ്. 2 6 are 12. വാട്ട്സ് റിമൈൻഡർ? 0. 2 3s are 6, റിമൈൻഡർ 0. 2 1s are 2, റിമൈൻഡർ 1. എന്നിട്ട് നമ്മളത് ഈ ഒരു രീതിയിൽ ഇവിടെ എഴുതണം. ദാറ്റ് മീൻസ് E1 E1 E0 E0. ദാറ്റ് ഈസ് 12 to the base 10 ഇന്റെ ബൈനറി എന്ന് പറയുന്നത് ഈ താഴെ നിന്ന് മുകളിലേക്ക് എഴുതണം. ദാറ്റ് ഈസ് 1 1 0 0 to the base 2 ആണ് എന്ത് ഈ 12ന്റെ കറസ്പോണ്ടിങ് ബൈനറി. ഓക്കെ, ഇതിപ്പോ ഒരു അതിന്റെ ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പറാണ്. ഇനി ഫ്രാക്ഷണൽ പാർട്ടും കൂടി ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഫ്രാക്ഷണൽ നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നൗ ഇതിനകത്ത് തന്നെ ഈ സപ്പോസ് ഒരു ഫ്രാക്ഷണൽ പാർട്ടുള്ള ഡെസിമൽ ആണെന്ന് വിചാരിക്കും. ഒരു ഫ്രാക്ഷണൽ നമ്പർ, ദാറ്റ് മീൻസ് ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ഷണൽ പാർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 0.75. സി ആ 0.75 ആ ഡെസിമൽ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പാർട്ട്, അതാണ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. എഗെയിൻ ഇത് ഡെസിമൽ ആണ്. ഇതിന്റെ ബൈനറി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫ്രാക്ഷണൽ പാർട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്താണ് സക്സസീവ് ഡിവിഷൻ ചെയ്യരുത്. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, വി ഹാവ് ടു ഡു സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ. സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 0.75 എടുക്കുക. ദാറ്റ് 0.75 into 2 ഇവിടെ ബൈ 2 ആയിരുന്നു, ഇവിടെ into 2 ചെയ്യുമ്പോൾ എത്രയാണ്? 1.50. നൗ എഗെയിൻ ഇതിനകത്ത് ഈ 0.50 എടുക്കണം. ഓക്കെ, എഗെയിൻ ഫ്രാക്ഷണൽ പാർട്ട് മാത്രം എടുക്കുക. ദാറ്റ് ഫ്രാക്ഷണൽ പാർട്ട് മൾട്ടിപ്ലൈഡ് ബൈ 2 എത്ര കിട്ടുന്നു? 1.00. അപ്പൊ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആയി. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. എഴുതുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രാക്ഷണൽ പാർട്ട് എടുക്കരുത്, അതായത് ആ പോയിന്റിന്റെ മുന്നിലുള്ളത് എടുക്കണം. സോ 0.075 ഇട്ടത് ഈ 1 കൂടി ചേർത്തിട്ട് പോയിന്റ് ഇടണം. 0.11 to the base 2. ഇതാണ് ഈ ഫ്രാക്ഷണൽ നമ്പറിന്റെ ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ സക്സസീവ് ഡിവിഷനും, ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും വേണം നോക്കാൻ. അപ്പൊ ഇതിപ്പോ നമ്മൾ പഠിച്ചതാണ് ഡെസിമൽ ടു ബൈനറി ആണ്. ഓക്കെ, ഇനി ഡെസിമൽ ടു ഒക്ടൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഡെസിമൽ ടു ഒക്ടൽ. സോ ഫോർ ഡെസിമൽ ടു ഒക്ടൽ, രണ്ടാമത്തത് ഡെസിമൽ നമ്പർ സിസ്റ്റം ടു എനിക്കകത്ത് ഡെസിമൽ ടു ഒക്ടൽ നമ്പർ സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ എഗെയിൻ ഞാൻ ഇവിടെ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഡെസിമൽ നമ്പർ 251 ടു ദ ബേസ് 10. ഇതാണ് എന്റെ ഡെസിമൽ നമ്പർ. ഇതിനെ ഒക്ടൽ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എഗെയിൻ സക്സസീവ് ഡിവിഷൻ ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. 251. ഓക്കെ, ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടത് ഏത് ബേസിലേക്കാണ്? ഒക്ടലിന്റെ ബേസ് 8 ആണ്. സോ ഡിവൈഡ് ബൈ 8. 31 8 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് റിമൈൻഡർ എഴുതണം. ഓക്കെ, എഗെയിൻ യു ഡിവൈഡ് വിത്ത് 8. 8 3s are ഓക്കെ, എഗെയിൻ 24 ആൻഡ് ദ റിമൈൻഡർ ഈസ് 7. എന്നിട്ട് ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ദാറ്റ് മീൻസ് 251 ടു ദ ബേസ് 10ന്റെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദിസ് 3 ദിസ് 7 ഈ 3 3 7 3 ടു ദ ബേസ് 8 ആണ് ആ ഒക്ടൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇനി ഡെസിമൽ ടു ഹെക്സ. ഓക്കെ, ഇതിപ്പോ ഡെസിമൽ ടു ഒക്ടൽ ആണ്. ഫ്രാക്ഷണൽ പാർട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഡെസിമൽ ടു ബൈനറി കഴിഞ്ഞു, ഡെസിമൽ ടു ഒക്ടൽ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ ടു ഹെക്സ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എഗെയിൻ ഡെസിമൽ ടു ഹെക്സ വരുമ്പോഴത്തേക്ക് എഗെയിൻ സക്സസീവ് ഡിവിഷൻ ചെയ്യണം. സക്സസീവ് ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും ബൈ 16 ആയിട്ട് വേണം ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഹെക്സാ ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 351 ടു ദ ബേസ് 10 ആണ് ഡെസിമൽ. ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്
ഹെക്സയിലേക്കാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ടേക്ക് 351. കൺവേർട്ട് ചെയ്യേണ്ട ഹെക്സയുടെ ബേസ് 16 ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 16. 16 into 21. റിമൈൻഡർ എന്ന് പറയുന്നത് നോ. കമ്മിങ് ബാക്ക് ടു ഹെക്സ. ഹെക്സയിൽ ഒരു പ്രത്യേകതയുണ്ട്. 10 നമ്മൾ എ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, 11 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബി ആണ്. ദാറ്റ് മീൻസ് സിമ്പിൾസ്, ഹെക്സയുടെ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞാൽ 10 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ, 11 റെപ്രസെന്റ് ചെയ്യുന്നത് ബി, 12 റെപ്രസെന്റ് ചെയ്യുന്നത് സി, 13 റെപ്രസെന്റ് ചെയ്യുന്നത് ഡി, 14 റെപ്രസെന്റ് ചെയ്യുന്നത് ഇ, ആൻഡ് 15 നമ്മൾ 15 ആയിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ 16 into 21 ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈൻഡർ നമുക്ക് കിട്ടുന്നത് 15 ആണ്. അപ്പൊ 15 എന്ന് ഇവിടെ എഴുതരുത്, റിമൈൻഡർ എഫ് ആയിട്ട് എഴുതണം. എഗെയിൻ 21 ഡിവൈഡഡ് ബൈ 16, 16 ones are 16, റിമൈൻഡർ ഈസ് 5. എഗെയിൻ നമ്മൾ ഇവിടെ എഴുതിയതുപോലെ തന്നെ ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ട് വേണം എഴുതാൻ. സോ എന്താണ് 351 ടു ദ ബേസ് 10 നെ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15f. എന്താണ് 15f ടു ദ ബേസ് 16. ഓക്കെ, ഇതാണ് ഉത്തരം. അപ്പം ഡെസിമൽ ടു നമ്പേഴ്സ്, അതർ നമ്പർ സിസ്റ്റം കഴിഞ്ഞു. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സ, ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ടു എനി ആയിരുന്നു. നൗ ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഏതെങ്കിലും നമ്പർ സിസ്റ്റം തന്നിട്ട് എനി നമ്പർ സിസ്റ്റം, അത് ബൈനറി ആയിക്കോട്ടെ, ഒക്ടൽ ആയിക്കോട്ടെ, ഹെക്സ ആയിക്കോട്ടെ, എനി നമ്പർ സിസ്റ്റം തന്നിട്ട് അതിനെ നിങ്ങളോട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? ഓക്കെ, ടു ഡെസിമൽ നമ്പർ സിസ്റ്റം, ടു ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ബൈനറി ടു ഡെസിമൽ എടുക്കാം. ഇനി നമ്പർ സിസ്റ്റത്തിനകത്ത് ആ എനിയെ നമുക്ക് ബൈനറി ആയിട്ട് എടുക്കാം. ബൈനറി തന്നിട്ട് നിങ്ങളുടെ ഡെസിമൽ ആണ് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുന്നത് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്രാക്ഷണൽ പാർട്ടും ആ ഹോൾ പാർട്ടുകളിലെ ഒരു ബൈനറി നമ്പർ എടുക്കാൻ പോവാണ്. ബൈനറി എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് 2 ആണ്. 2 സിമ്പിളെ ബൈനറിക്കകത്തുള്ളൂ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. ഇതാണ് ബൈനറിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ഡെസിമലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 0 മുതൽ 0, 1, 2, 3, 4, 5, 7, 8, 9 വരെയാണ് നമ്മൾ ഡെസിമലിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ഓക്കെ, ഇവിടെ ഒരു ബൈനറി നമ്പർ ഞാൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1, 1, 0, 1. ഫ്രാക്ഷണൽ പാർട്ട് 0, 1, 1 ടു ദ ബേസ് 2 ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഓരോ പൊസിഷനിലും നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ പൊസിഷനിലും വെയിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി, ഈ പോയിന്റിന്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് -1, -2, -3. ഈ പോയിന്റിന്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 0, 1, 2, 3 അങ്ങനെ വെയിറ്റ് പോകും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ആ വെയിറ്റും ആ വെയിറ്റ് പൊസിഷനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 1 multiplied by 2 to the power that weight. So 1 into 2 raised to 3 plus ഈ പൊസിഷൻ എന്താണ് 1, അതിന്റെ വെയിറ്റ് എത്രയാണ് 2. സോ 1 into 2 to the power 2. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് 0 ആണ്, അതിന്റെ പൊസിഷണൽ വെയിറ്റ് 1 അല്ലേ നമ്മൾ കൊടുത്തത്. സോ 0 into 2 to the power 1. ആ പൊസിഷണൽ വെയിറ്റ് നമ്മൾ 2ന്റെ പവർ ആയിട്ട് എഴുതണം. ഓക്കെ, പ്ലസ് 1 into 2 to the power 0 പ്ലസ് ഈ 0 എന്ന് പറയുമ്പോൾ -1 ആണ് അതിന്റെ വെയിറ്റ്. സോ 0 into ഇവിടെ പ്ലസ് അല്ല, ഇവിടെ ഈ ഡെസിമൽ ഈ പോയിന്റ് അതേ കൂട്ട് ഇവിടെ ഇടുക. ഓക്കെ, the point, then 0 into 2 to the power -1. Okay, again plus decimal part le രണ്ടാമത്തേത് 1 ആണ്, അതിന്റെ വെയിറ്റ് -2 ആണ്. സോ 1 into 2 to the power ആ വെയിറ്റ് -2 പ്ലസ് ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. എഗെയിൻ അതിന്റെ വെയിറ്റ് -3 ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 8 ആണ്, ഇത് 4 ആണ്. 8 അല്ലെ, 8 4 12. then this is what 0 ആണ്, but 0 into 2 to the power 1. So ആൻസർ എന്ന് പറയുന്നത് ഇത് 8 പ്ലസ് ഇവിടുത്തെ this is 0. ഇതിന്റെ വാല്യൂ എത്രയാണ് 8, ഇതിന്റെ വാല്യൂ എത്രയാണ് 4, ഇത് 0 ആണ്, അത് എടുക്കണ്ട. ഇതിന്റെ വാല്യൂ 2 to the power 0 1 ആണ്. സോ ഇത് 1. സോ 8 plus 4 plus 1 എത്രയാണ് 13 പോയിന്റ്. ഓക്കെ, ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? 2 to the power -1 എന്ന് പറഞ്ഞാൽ 1/2, അതായത് 0.5 ആണ്. ഓക്കെ, പ്ലസ്
ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? 1/2 to the power 2 ആണ്. ദാറ്റ് ഈസ് 1/4 ആണ് എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എഗെയിൻ അതിന്റെ കൂടെ 1 divided by 2 to the power minus 3 എന്ന് പറഞ്ഞാൽ 1/2 to the power 3 ദാറ്റ് ഈസ് 1/8. അതിനെ കണ്ടുപിടിച്ചിട്ട് ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് അത് ആ ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് വരും. സോ 0.375 to the base 10. ഇങ്ങനെയാണ് ബൈനറിയെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് ഒക്ടലിനെ എങ്ങനെയാണ് നമുക്ക് ഒക്ടലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഒക്ടൽ ടു ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഞാൻ സിംപ്ലി അടുത്തൊരു എക്സാമ്പിൾ എടുക്കുന്നത് 473 to the base 8. ഇതാണ് ഒക്ടൽ. ഓക്കെ, ഇതിനെ എങ്ങനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇത് തിയറി കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കരുത്. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് ഹോൾ നമ്പർ സിസ്റ്റം കൺവേർഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ 473 ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എഗെയിൻ പൊസിഷണൽ വെയിറ്റ് കൊടുക്കുക. ഇതിന് 0, ഇതിന് 1, ഇതിന് 2. ഇതിന് ഡെസിമൽ പാർട്ട്, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല. ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തതുപോലെ -1, -2, -3 കൊടുക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 4 into ഒക്ടലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. ഒക്ടലിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ 2ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഇവിടെ നമ്മൾ 8ന്റെ പവർ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 8ന്റെ പവർ എന്ന് പറയുന്നത് ഈ വെയിറ്റ് ആണ്. സോ 4ന്റെ വെയിറ്റ് 2 ആയതുകൊണ്ട് 4 into 8 to the power 2 പ്ലസ് 7ന്റെ വെയിറ്റ് 1 ആയതുകൊണ്ട് 7 into 8 to the power 1 പ്ലസ് 3ന്റെ പവർ വെയിറ്റ് 0 ആയതുകൊണ്ട് 3 into 8 to the power 0. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 315 to the base 10 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ആൻസർ ഫോർ ഒക്ടൽ ടു ഡെസിമൽ. അപ്പൊ എനി നമ്പർ സിസ്റ്റം ടു ഡെസിമലിനകത്ത് ബൈനറി ടു ഡെസിമൽ കഴിഞ്ഞു, ഒക്ടൽ ടു ഡെസിമലും കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഏതാണ്? ഹെക്സ. ഓക്കെ, ഹെക്സ ടു ഡെസിമൽ. ഹെക്സ നമ്പർ സിസ്റ്റം, ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റം ടു സിമ്പിൾ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഒരു ഹെക്സ നമ്പർ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഹെക്സ ഞാൻ പറഞ്ഞല്ലോ, ഹെക്സയ്ക്കകത്ത് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ 1 to 9 വരും. പിന്നെ ABCDE up to FH ആണ് നമ്മൾ ഹെക്സയില് സിമ്പിൾസിനെ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഒരു ഹെക്സ നമ്പറിനെ ഞാൻ 1AC ഹെക്സ നമ്പർ സിസ്റ്റം. ഇതിനെ എങ്ങനെയാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? എഗെയിൻ പൊസിഷണൽ വെയിറ്റ് കൊടുക്കുക 0, 1, 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into ഇത് ഹെക്സ ആയതുകൊണ്ട് ബേസ് 16 ആണ്. സോ 16ന്റെ പവർ വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, പ്ലസ് A into 16 to the power 1 പ്ലസ് സിയുടെ വെയിറ്റ് 0 ആയതുകൊണ്ട് into 16 to the power 0. സോ ദാറ്റ് ഈസ് 1 into 16 square പ്ലസ് A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, 16. ഓക്കെ, പ്ലസ് C എന്ന് പറയുന്നത് 12 ആണ്. 16 to the power 0 is 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും you will be getting the answer 428 to the base 10 ആണ് കിട്ടുന്നത്. സോ അപ്പൊ നമ്മൾ എനി നമ്പർ സിസ്റ്റം ടു ഡെസിമൽ കഴിഞ്ഞു. ഓക്കെ, എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇനി നമ്മുടെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. സോ ഡെസിമൽ ടു എനിയും കഴിഞ്ഞു, എനി ടു ഡെസിമലും കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈനറി, തന്നിരിക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ആ തന്നിരിക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് to any number system, any number സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ള മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ടു എനി നമ്പർ സിസ്റ്റം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ നമുക്ക് ബൈനറി ടു ഡെസിമൽ നോക്കാം. ബൈനറി ടു ഡെസിമൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലേ, ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എനി നമ്പർ സിസ്റ്റം ടു ഡെസിമലിനകത്ത് ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ദിസ് ഈസ് ഓവർ. ഇനി ഏതാണ് ബൈനറി ടു എനി നമ്പർ സിസ്റ്റത്തിനകത്ത്? ബൈനറി ടു അടുത്ത നമ്പർ സിസ്റ്റമായ നമുക്ക് ഒക്ടൽ എടുക്കാം. എങ്ങനെയാണ് ബൈനറിയെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. എക്സാമ്പിളിനകത്ത് ഞാൻ എടുക്കുന്ന ബൈനറി അഗെയിൻ 1101 that fraction part is 1011. ഓക്കെ, ഇതെടുക്കാണ്. അപ്പൊ ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആണ്. ഇതിനെ 3 ആയിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ. ഓക്കെ, 3 ആയിട്ട് വേണം ഗ്രൂപ്പ് ചെയ്യാൻ. കട്ട് ഇൻറ്റു 3 ബിറ്റ്സ്. യു ഹാവ് ടു കട്ട് ഇൻറ്റു 3 ബിറ്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഡെസിമൽ കണ്ടോ, ഡെസിമലിന്റെ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ 1, 2, 3 3 അടുത്തൊരു 1 ഉള്ളൂ. 3 കംപ്ലീറ്റ് ആയിട്ട് 2 ഇടാം. ഇനി പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യാം. അപ്പം 101 ഇതൊരു 3 ഗ്രൂപ്പ്. എഗെയിൻ 1 ഒറ്റയ്ക്കാണ്, 2 0 ഇട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നൗ 001 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്.
101 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ബൈനറിയാണ്? 5ന്റെ ബൈനറിയാണ്. 101 പോയിന്റ് അതേ കൂട്ടിടുക. ദെൻ അഗെയിൻ ദിസ് 101 എന്ന് പറഞ്ഞാൽ അഗെയിൻ 5 ആണ്. ഈ 100 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ബൈനറിയാണ്? 4ന്റെ ബൈനറിയാണ്. സോ ആൻസർ ഈസ് വാട്ട്? ആൻസർ ഈസ് 15.54 to the base 8 ആണ് ഈ തന്നിരിക്കുന്ന ബൈനറിയുടെ ഒക്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൈനറി ടു ഡെസിമൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ബൈനറി ടു ഒക്ടൽ കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ? ഒരെണ്ണം കൂടിയേ ഉള്ളൂ. അതായത് ബൈനറിയെ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ബൈനറി ടു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ബൈനറി ടു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇതിനകത്തൊന്ന് ഉറപ്പായിട്ട് നമുക്കൊരു ചോദ്യം ഉറപ്പിക്കാം. നമ്പർ സിസ്റ്റം കൺവേർഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ സിമ്പിൾ ടോപ്പിക്കുമാണ്. ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പിക്കാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ മുമ്പേ 3 ബിറ്റായിട്ടാണ് ഗ്രൂപ്പ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്തതെങ്കിൽ ഇവിടെ യു ഹാവ് ടു കട്ട് ഇൻ ടു 4 ബിറ്റ്സ്. ഈ കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 10110111.11011 ഇതാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ എഗെയിൻ എത്ര ആയിട്ട് കട്ട് ചെയ്യേണ്ടത്? 4 ആയിട്ട്. അത് ആ ഡെസിമലിൽ നിന്ന് വേണം തുടങ്ങാൻ. ഡെസിമലിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഡെസിമലിൽ നിന്ന് അങ്ങോട്ടേക്കും. ഇത് 1 2 3 4. ഓക്കെ, അതൊരു ഗ്രൂപ്പ്. 1 2 3 ഒരു 0 കൂടി ആഡ് ചെയ്ത് 4 ആക്കി. എഗെയിൻ 1101 ഇത് ഒരു ഗ്രൂപ്പ്. 4 ബിറ്റ്. ഇവിടെ ഒന്നേ ഉള്ളൂ 4 ആക്കാനായിട്ട് 3 0 ആഡ് ചെയ്യാം. ഇത് എന്തിന്റെ ബൈനറിയാണ്? 5ന്റെ ബൈനറിയാണ്. ഇത് എന്തിന്റെ ബൈനറിയാണ്? 8421 യൂസ് ചെയ്താൽ മതി. 8421 യൂസ് ചെയ്യുമ്പോൾ 8 2 11 11 കറസ്പോണ്ടിങ് ടു ബോട്ട് ഹെക്സയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ 11 എഴുതത്തില്ല, ബി എന്ന് എഴുതും. ഓക്കെ, ഡോട്ട്. ഇത് എന്തിന്റെ ബൈനറിയാണ്? ഇതിന്റെ ഡെസിമൽ എന്ന് പറയുന്നത് എത്രയാണ്? ഹെക്സയിലേക്ക് വരുമ്പോൾ അത് ഡി ആണ്. ഓക്കെ, എഗെയിൻ ഇതെന്ന് പറയുന്നത് 8 ആണ്. സോ 8. സോ ആൻസർ എത്രയാണ്? 5B.D8 to the 16 ആണ്. അപ്പൊ ഇവിടെ 10ന്റെ എബോവ് 10 ആണ് എ, ബി ആണ് 11, സി ആണെങ്കിൽ 12, ഡി ആണെങ്കിൽ അങ്ങനെ 13 14 അങ്ങനെയെല്ലാം ABCDEF വെച്ച് റെപ്രസെന്റ് ചെയ്യും. കാരണം ഹെക്സയിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതാ ഇപ്പൊ കഴിഞ്ഞത്? ബൈനറി ടു ബാക്കി എല്ലാ നമ്പർ സിസ്റ്റവും കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മൾ എന്താ ഇവിടെ പഠിച്ചത്? ബൈനറി ടു എനി നമ്പർ സിസ്റ്റം കഴിഞ്ഞു. അടുത്ത നമ്മളുടെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? എനി നമ്പർ സിസ്റ്റം തന്നിട്ട് ബൈനറിയിലേക്ക്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ കൺവേർഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത എന്താണ്? എനി നമ്പർ സിസ്റ്റം. യു ആർ ഗിവൺ എനി നമ്പർ സിസ്റ്റം തന്നിട്ട് നിങ്ങളോട് അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എനി നമ്പർ സിസ്റ്റം. അതിനകത്ത് ആദ്യം നമുക്ക് ഡെസിമൽ ടു ബൈനറി നോക്കാം. ഡെസിമൽ ടു ബൈനറി നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിഫിക്കേഷനകത്ത് ഡെസിമൽ ടു എനിക്കകത്ത് നമ്മൾ ഡെസിമൽ ടു ബൈനറി ഓൾറെഡി പഠിച്ചതാണ്. സോ ദിസ് ഈസ് ഓവർ. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് ഒക്ടൽ ടു ബൈനറി നോക്കാം. ഓക്കെ, ഒക്ടൽ ടു ബൈനറി. ബൈനറി ടു ഒക്ടൽ നമ്മൾ പഠിച്ചു, 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണമെന്ന് പഠിച്ചു. ഒക്ടൽ ടു ബൈനറി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ, ഓക്കെ, 4 6 7 to the base 8 ഇതാണ് ഒക്ടൽ. ഇതിനെ എങ്ങനെയാ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കൂ. അറിയോ? 4 6 7 4 6 7 4നെ 3 ബിറ്റ് ആയിട്ട് എഴുതണം. എങ്ങനെയാ ബൈനറിലെ 3 ബിറ്റ്? 4 1 0 0. 6 എന്ന് പറയുമ്പോഴത്തേ എങ്ങനെയാണ്? 8421 3 ബിറ്റ് എടുത്താൽ മതി. സോ 1 1 0 6 1 1 0. 7ന്റെ ബൈനറി ഇതൊക്കെ നമ്മൾ ബേസിക്കലി പഠിക്കും. എങ്ങനെയാണ് ഇതിനെ എഴുതുന്നതെന്നൊക്കെ ഉള്ളത്. ഓൾ ദിസ് കംസ് അണ്ടർ ദ ബേസിക്. 7ന്റെ ബൈനറി എന്ന് പറയുമ്പോഴത്തേക്ക് 1 1 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം. ദാറ്റ് ഈസ് 1 0 0 1 1 0 1 1 1 ടു ദ ബേസ് 2 ആണ് ഈ തന്നിരിക്കുന്ന ഒക്ടലിന്റെ ബൈനറി എന്ന് പറയുന്നത്. അപ്പൊ ഡെസിമൽ ടു ബൈനറി കഴിഞ്ഞു, ഒക്ടൽ ടു ബൈനറി കഴിഞ്ഞു. അടുത്ത എന്താണ്? ഹെക്സാ ടു ബൈനറി. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്ന 3ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ടു ബൈനറി നമ്പർ സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ യു ഹാവ് ടു കൺസിഡർ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തോളൂ. A9B ഹെക്സ അല്ലേ, അതുകൊണ്ട് ഞാൻ ആൽഫബറ്റും കൂടി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എഗെയിൻ അവിടെ എന്താണ്? A9B ഫ്രാക്ഷണൽ പാർട്ട്. ഓരോന്നിനെയും 4 ബിറ്റ് ആയിട്ട് വേണം എഴുതാൻ. ഹെക്സ നേരത്തെ 3 ബിറ്റ് ആയിട്ട് എഴുതി, ഇവിടെ 4 ബിറ്റ് ആയിട്ട് എഴുതാം. എഗെയിൻ ഇത് നമ്മൾ ബേസിൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കും. എനെ എങ്ങനെയാണ് 4 ബിറ്റ് ആയിട്ട് എഴുതുന്നത്? 1 0 1 0. 9ന്റെ 4 ബിറ്റ് 1 0 0 1. ബിയുടെ 4 ബിറ്റ് എന്ന് പറയുന്നത് 1 0
11. ഡിയുടെ 4 ബിറ്റ് എന്ന് പറയുന്നത് 1101. ഓക്കെ, ഇതാണ് ആ ഒരു ബൈനറി നമ്പർ സിസ്റ്റം. ഇത് 8421 കോഡ് വെച്ച് എഴുതുന്നതാണ്. 8421 9ന്റെ കോഡ് വേണമെങ്കിൽ 81 അപ്പൊ ഇവിടെ രണ്ടിടത്ത് 1 ഇടുക, മറ്റേത് 0 ഇടുക. 1001 ആണ് 9ന്റെ. അതേകൂട്ട് ബി എന്ന് പറയുന്നത് 11 11 വരണമെങ്കിൽ 8421 എഴുതുക. 11 പറയുമ്പോൾ 8 2 10 1 11. സോ എവിടെയൊക്കെ നമുക്ക് അവിടെ മാത്രം നിങ്ങൾ 1 ഇടുക, മറ്റേത് 0 ഇടുക. സോ 1011 ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബി. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇതാണ് ഇത് ഇത്രയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഹെക്സാഡ ബൈനറി എന്ന് പറയുന്നത്. സോ എനി ടു ബൈനറി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റിലേക്ക് വരികയാണ്. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ആ നമ്പർ സിസ്റ്റം ഫുൾ നമുക്ക് പഠിക്കാം അല്ലേ. ഓക്കെ, അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം തന്നിട്ട് ആ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ വേറെ ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലോട്ട് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ? അതിനകത്ത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒക്ടൽ ടു ഡെസിമൽ നോക്കാം. ഇത് പഠിച്ചതാണോ അല്ലയോ? നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണല്ലേ എനി ടു ഡെസിമൽ. സോ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒക്ടൽ ടു ബൈനറി നോക്കാം. ഇതും നമ്മൾ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷനകത്ത് പഠിച്ചതാണല്ലേ എനി ടു ബൈനറി. എനി ടു ബൈനറിക്കകത്ത് ഒക്ടൽ ടു ബൈനറി ഓൾറെഡി നമ്മൾ പഠിച്ചു. ദിസ് ഈസ് ഓൾസോ ഓവർ. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒക്ടൽ ടു എനിക്കകത്തുള്ള ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഒക്ടൽ തന്നിട്ട് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം, ഒരു ഒക്ടല് തന്നാൽ ഡയറക്റ്റ്ലി നമുക്ക് ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ ചെയ്യാ? ഒക്ടലിനെ ആദ്യം നിങ്ങൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ ബൈനറിയെ എന്നിട്ട് നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ ആണ്. അപ്പൊ ഡയറക്റ്റ് കൺവേർഷൻ പോസിബിൾ അല്ല. 576 ടു ദ ബേസ് 8 ആണ് തന്നിരിക്കുന്ന ഒക്ടൽ നമ്പർ എന്ന് വിചാരിക്കും. അപ്പൊ ഇതിനെ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? 3 ബിറ്റ് ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. 5ന്റെ 3 ബിറ്റ് റെപ്രസെന്റേഷൻ എത്രയാണ്? 5ന്റെ എന്ന് പറയുമ്പോഴത്തേക്കും 8421 യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 101. ഓക്കെ, നോ 7ന്റെ എന്ന് പറയുമ്പോഴത്തേക്കും 111. then 6 എന്ന് പറയുമ്പോഴത്തേക്കും 110. ഓക്കെ, 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 421. 4 and 1 101 വരും. അപ്പൊ ഇങ്ങനെ 3 ബിറ്റായിട്ട് എഴുതാം. എന്നിട്ട് എന്താ, ഇനി ബൈനറിയെ ഹെക്സാലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയെ ഹെക്സാലേക്ക് എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? നമ്മൾ 4 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. സോ 0 1 1 1 ഇതൊരു 4 ബിറ്റ്. അടുത്തത് 1 1 1 0 4 ബിറ്റ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 3 സീറോയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ആ ഒരു 4 ബിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതെന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് വാട്ട് 0 1 1 1. 0 1 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിന്റെ ബൈനറി ആണത്? 0 1. അതിന്റെ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 4 + 2 പറഞ്ഞതുപോലെ നമ്മൾ ഒരു 4 ബിറ്റ് ഒരു കൺവേർട്ട് ആണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് 13 and this is what e. Okay, so the answer is 13e to the base 16 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഒക്ടൽ ടു ബൈനറിയിൽ നമ്മൾ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഒക്ടൽ ടു ഹെക്സയ്ക്കകത്ത് നമ്മൾ ആദ്യം ഒക്ടൽ ടു ബൈനറി ചെയ്തു. എന്നിട്ട് എന്താണ് ബൈനറി ടു ഹെക്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ അങ്ങനെ വേണം കൺവേർഷൻ നടത്താനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തു. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1 ആണ്. ഇതെന്ന് പറയുന്നത് 0 1 1 1 അല്ലേ? നമ്മൾ ഗ്രൂപ്പ് ചെയ്തപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. 4 to 1 ദിസ് ഈസ് 1 1 1. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 1 1 0 1 2 3 4. ഇതെന്ന് പറയുന്നത് ഇ ആണ്. വി അല്ലേ? ബിക്കോസ് 8421 വെച്ചിട്ട് 1 1 1 0 എഴുതുമ്പോഴത്തേക്കും 8421 വെച്ച് 8 + 4 12 13 14. 14ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇ എഴുതും. ഓക്കെ, 15 എഫ് ആണ്. ഇത് 0 1 1 1 ആണ്. എഗെയിൻ 8421 വെച്ച് എഴുതുമ്പോഴത്തേക്കും 4 + 2 6 + 1 7 ആണ് വരുന്നത്. ഓക്കെ, 17e to the 117e to the base 16 ആണ് വരുന്നത്. ഒക്ടലിനെ ഇങ്ങനെ വേണം നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഒക്ടൽ ടു എനി കഴിഞ്ഞു. ഇനി എനി ടു ഒക്ടൽ നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ എനി ടു ഒക്ടൽ നോക്കുമ്പോഴത്തേക്കും അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ, എനി ടു. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ എനി ടു ഒക്ടൽ. അപ്പൊ എനി ടു ഒക്ടലിനകത്ത് നമുക്ക് ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് അതിനകത്ത് വരുന്നത്?
ഓക്കെ, ആദ്യത്തെ നമുക്ക് ഡെസിമൽ ടു ഒക്ടൽ, ഇത് ഓൾറെഡി പഠിച്ചതല്ലേ. ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഒക്ടൽ ഈസ് ഓൾറെഡി ഡൺ. ദിസ് ഈസ് ഓൾറെഡി ഡൺ. ഓക്കെ, രണ്ടാമത്തത് പറഞ്ഞ എന്താണ്? ബൈനറി ടു ഒക്ടൽ ആണ്. ഓക്കെ, ദിസ് ഈസ് ബൈനറി ടു ഒക്ടൽ. ഓക്കെ, അതും ഓൾറെഡി ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് വൺ ഏതാണ്? ഹെക്സാ ടു ഒക്ടൽ, ഹെക്സാ ഡെസിമൽ ടു, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ടു ഒക്ടൽ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൺവേർഷൻ പറ്റത്തില്ല. തന്നിരിക്കുന്ന ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ആദ്യം നിങ്ങൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് വേണം എന്ത്? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ മുമ്പേ ഒക്ടൽ ടു ഹെക്സായിൽ ചെയ്തപ്പോൾ ഒക്ടലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തതുപോലെ ഇവിടെ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഹെക്സയെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ BA9 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. BA9. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബി അല്ലേ. അപ്പൊ ബി എന്ന് പറയുന്നത് 11 അല്ലെ, 11. അപ്പൊ 8 4 2 1 എന്ന് പറയുമ്പോഴത്തേക്ക് 8 + 2 + 1, സോ ഇറ്റ് ഈസ് 1011 1011. എ എന്ന് പറഞ്ഞാൽ 10 ആണ്, അത് 4 ബിറ്റിൽ എഴുതുമ്പോഴത്തേക്കും 1010. 9 നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? 1001. ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 3 ബിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. 3 ബിറ്റ്. അപ്പൊ 1 2 3 ഇതൊരു ഗ്രൂപ്പ്, 1 2 3 ഇതൊരു ഗ്രൂപ്പ്, 1 2 3 ഇതൊരു ഗ്രൂപ്പ്, ആൻഡ് ലാസ്റ്റ് 101. എക്സ്ട്രാ 0 ഒന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, നൗ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ 101 എന്ന് പറയുന്നത് എന്താണ്? 101 ഈസ് 5 അല്ലെ. 110 ഈസ് വാട്ട്? 6. 101 ഈസ് അഗെയിൻ 5. 001 ഈസ് 1. സോ ആൻസർ ഈസ് 5651 ടു ദ ബേസ് 8 ആണ്. കണ്ടോ, ഇങ്ങനെ വേണം കൺവേർട്ട് ചെയ്യാൻ, ഡയറക്റ്റ് കൺവേർഷൻ അല്ല. അപ്പൊ ഹെക്സാ ടു ഒക്ടൽ അത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതാണ്? അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ചത് എനി ടു ഒക്ടൽ ആണ്. നൗ ഹെക്സാ ഡെസിമൽ ടു എനി, ഹെക്സാ ഡെസിമൽ ടു എനി, അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഇത് ഓൾറെഡി നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഹെക്സാ ടു ബൈനറി, ഹെക്സാ ടു ഡെസിമൽ, ഹെക്സാ ടു ഒക്ടൽ, 3 നമ്മൾ കഴിഞ്ഞു. അതേ കൂട്ട് എനി ടു ഹെക്സാ, എനി ടു ഹെക്സയും നമ്മൾ മുമ്പേ പഠിച്ച അതിനകത്ത് ഓൾറെഡി കവേർഡ് ആയി. ബൈനറി ടു ഹെക്സാ, ഡെസിമൽ ടു ഹെക്സാ, നിങ്ങൾ നോക്കിയാൽ മതി. ഒക്ടാ ടു ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഹെക്സ നമ്മുടെ ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഹെക്സാ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ദിസ് ഈസ് ഓൾസോ ഡൺ. അപ്പൊ ഇതാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ഫുൾ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേട്ടോ, വളരെ എളുപ്പത്തിൽ ഒരു ½ ആൻ അവർ പോലും നമ്മൾ എടുത്തില്ല. നമ്പർ സിസ്റ്റം കൺവേർഷൻ ഫുൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നോർമലി ക്ലാസ് റൂമിലൊക്കെ ഒരു 2-3 hours കൊണ്ട് പഠിക്കുന്നതാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബിക്കോസ് എക്സാമിനേഷന് നമ്പർ സിസ്റ്റം കൺവേർഷൻ ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉള്ളതാണ്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു 1 മാർക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മളത് പഠിക്കാനായിട്ട്. അപ്പൊ അതാണ് ഇത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഉള്ളത് കുറെ സിലബസിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ കുറെ കോഡ് കൺവേർട്ടേഴ്സ്, കോഡ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് 1-2 കോഡ്സ് മാത്രം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രേ കോഡ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. പലപ്പോഴും നമ്മൾ ഗ്രേ ടു ബൈനറി, ബൈനറി ടു ഗ്രേ കൺവേർഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രേ കോഡിനെ എങ്ങനെ നമുക്ക് ബൈനറിയിലേക്കും ബൈനറിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബൈനറി കൺവേർഷൻ ഇങ്ങനെയാണ്. ബൈനറി കൺവേർഷൻ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ബൈനറിക്ക് അതിന്റെ 4 ബിറ്റ് ഞാൻ എടുക്കുകയാണ്. ആ 4 ബിറ്റിന്റെ ബൈനറിക്കകത്ത് B0, B1, B2, B3 ഇതാണ് ആ 4 ബിറ്റ് എന്ന് വിചാരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നിരിക്കുന്നത് 1-1-0-1 ആണെന്ന് വിചാരിക്കും. ഇതിനെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനെ ഗ്രേ കോഡിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് എങ്ങനെയാ കൺവേർട്ട് ചെയ്യേണ്ടത് അറിയാവോ? ഈ MSB ഇതാണ്, ഈ B3 ആണ് MSB, B0 ആണ് LSB. ഓക്കെ, ദിസ് ഈസ് MSB. നമ്മൾ MSB എപ്പോഴും അതേ കൂട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഈ 1 എന്താണ് അതേ കൂട്ട് തന്നെ എഴുതണം. ഗ്രേ കോഡിലെ MSB ഈ 1 തന്നെയാണ്. എന്നിട്ട് ഈ 1ഉം ഈ 1ഉം കൂടി എക്സോർ ചെയ്യണം. 1 XOR 1 ഈസ് 0. ആ റിസൾട്ട് ഇവിടെ എഴുതണം. അഗെയിൻ 1 XOR 0 ഈസ് വാട്ട്? 1. അതിവിടെ എഴുതണം. അഗെയിൻ ഈ 0യും ഈ 1ഉം കൂടി എക്സോർ ചെയ്യുക. ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എക്സോർ അഡീഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിഫറെന്റ് ബിറ്റ് 0 XOR 1 1 ആണ്, 1 XOR 0 1 ആണ്. പക്ഷെ 1 XOR 1 0 ആണ്, 0 XOR
സീറോയും സീറോ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രേ കോഡ്. കണ്ടോ, ബൈനറിയെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 1 കിട്ടിയത്? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രേ കോഡിന്റെ ഈ ഒരു ബിറ്റിനെ G3 എന്നും ഈ ബിറ്റിനെ G2 എന്നും ഈ ബിറ്റിനെ G1 എന്നും ഈ ബിറ്റിനെ G0 എന്നും എഴുതുവാണെങ്കിൽ G3 എന്ന് പറഞ്ഞാൽ നമ്മുടെ B3 തന്നെയാണ് അല്ലെ. G2 എന്ന് പറഞ്ഞ ബിറ്റ് എങ്ങനെയാ കിട്ടിയത്? ഈ B3യും B2 കൂടി എക്സോർ ചെയ്തപ്പോഴാണ് നമുക്ക് G2 കിട്ടിയത്. സോ B3 XOR B2 ആണ്. ആൻഡ് സിമിലർലി G1 എങ്ങനെയാണ് കിട്ടിയത്? B2 XOR B1 ആണ് നമുക്ക് G1 കിട്ടിയത്. അതേകൂട്ട് B1ഉം B0യും കൂടി എക്സോർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? G0 കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? G0 കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ 4 ബിറ്റ് ഗ്രേ. ഈ ഒരു കൺവേർഷന്റെ പേരാണ് എന്ത് നമ്മൾ എടുത്തത്? ആദ്യം എന്താണ്? ബൈനറി ആണ് എടുത്തത് അല്ലെ. ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ബൈനറി ടു ഗ്രേ കൺവേർഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. കോഡ് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ബൈനറി XS3 ASCII കോഡ് അവിടെ നമ്മളിത് പഠിക്കും. ഗ്രേ കോഡ് ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. ഇതൊരു ഓവർവ്യൂ ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഇനി തിരിച്ച് ബൈനറി ടു ഗ്രേ പഠിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഗ്രേ ടു ബൈനറിയും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ഗ്രേ കോഡിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രേ കോഡ് ടു ബൈനറി. സോ ഹൗ ടു കൺവേർട്ട് എ ഗ്രേ കോഡ് ടു ബൈനറി, അതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്ത് ഗ്രേ കോഡിനെ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ 4 ബിറ്റ് എടുക്കാണ്. സോ G3, G2, G1, G0 ഇതാണ് 4 ബിറ്റ് എന്ന് വിചാരിക്കും. ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതിലേക്കാണ്, ബൈനറിയിലേക്കാണ് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈനറിയിലേക്ക് 4 ബിറ്റ് കാണും. B3, B2, B1 ആൻഡ് B0. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാൻ പോകണം. ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ആ 4 ബിറ്റ്. ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു ടേക്ക് G3, G2, G1, G0 ആസ് 1 0 1 1. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. എഗെയിൻ ഇവിടുത്തെ ഈ MSB ഉണ്ടല്ലോ, ബൈനറിക്കകത്ത് സെയിം തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. B3, G3 തന്നെ ആയിരിക്കും. ഇനി ഈ B2 എങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയാമോ? ഈ കിട്ടിയ 1ഉം ഈ എക്സോറും ഈ 0യും കൂടി നമ്മൾ എക്സോർ ചെയ്യണം. കണ്ട, B3യും G2യും കൂടി എക്സോർ ചെയ്യണം. 1 XOR 0 ഈസ് 1. അതാണ് നമ്മുടെ B2 എന്ന് പറയുന്നത്. എഗെയിൻ ഈ 1ഉം പിന്നെന്താണ് ഈ 1ഉം കൂടി നിങ്ങൾ എക്സോർ ചെയ്യണം. അതിന്റെ ആൻസർ എന്താണ്? 1 XOR 1 ഈസ് 0. സോ B1 എന്ന് പറയുന്നത് 0. എഗെയിൻ 0യും ഈ 1ഉം കൂടി എക്സോർ ചെയ്യുക. ഈ എക്സോർ ചെയ്യുമ്പോഴത്തേക്കും 0 XOR 1 എന്ന് പറയുന്നത് എന്താണ്? ആൻസർ 1 ആണ്. ഓക്കെ, ഇതാണ് കണ്ടോ ഗ്രേ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. 1 0 1 0 1 1 എന്ന് പറയുന്നത് ഗ്രേ കോഡാണ്. ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 1 0 1 ആയി. ഇതാണ് ഗ്രേ ടു ബൈനറി കൺവേർഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ബൈനറി ടു ഗ്രേ, ഗ്രേ ടു ബൈനറി ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ പഠിച്ച വളരെ ബേസായിട്ട് നമ്മൾ ഇതിലും ബേസ് നമ്മൾ പഠിക്കും. നമ്മൾ സിലബസിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് മുതൽ നമ്മൾ പഠിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കയറിയതാണ്. പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് വരികയും ചെയ്യും നമ്പർ സിസ്റ്റം കൺവേർഷനൊക്കെ. ഇവിടെ B3 എന്ന് പറഞ്ഞാൽ എന്താണ്? G3 തന്നെയാണ് അല്ലെ. B2 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് എങ്ങനെയാ കിട്ടിയത്? ഈ B3യും നമ്മുടെ G2യും കൂടി എക്സോർ ചെയ്തപ്പോഴാണ് B2 കിട്ടിയത് അല്ലെ. B1 എങ്ങനെയാണ് കിട്ടിയത്? B2യും G1ഉം കൂടി എക്സോർ ചെയ്തപ്പോൾ B2യും G1ഉം കൂടി എക്സോർ ചെയ്തപ്പോഴാണ് B1 കിട്ടിയത്. ആൻഡ് ഓൾസോ B0 എങ്ങനെയാണ് കിട്ടിയത്? B1ഉം G0യും കൂടി എക്സോർ ചെയ്തപ്പോഴാണ് B0 കിട്ടിയത്. അപ്പൊ ഇതാണ് ഗ്രേ ടു ബൈനറി കൺവേർഷൻ. ഈ ഗ്രേ കോഡിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അത് ഇനി നമ്മൾ ലേറ്റർ ഓൺ വരുന്ന ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും. ഗ്രേ കോഡിനെ യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. ഈ ഗ്രേ കോഡിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്, ഒരു ആപ്ലിക്കേഷൻ ആണ്. ഗ്രേ കോഡ് ഈസ് ഓൾസോ നോൺ ആസ് യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡ് അല്ലെങ്കിൽ ഹാമിംഗ് യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡ് നമ്മളതിനെ വിളിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് 1 ആണ്. ഇൻ ഡീറ്റെയിൽ നമ്മളിത് പിന്നീട് പഠിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഗ്രേ കോഡിനെ K-മാപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ലേറ്റർ ഓൺ നമ്മളത് പഠിക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.